നമസ്കാരം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയോ? ബ്ലോക്ക് ആവണ്ട, അതിനു മുന്നേ ഞാൻ പറയുന്നത് കേട്ടോളൂ. നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടോ SIP അതോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ ഉണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ഇനി ബ്ലോക്ക് ആയേക്കാം. യെസ്, 2026 ഓഗസ്റ്റ് മുതൽ ഇന്ത്യൻ ഗവൺമെന്റും RBIയും ചേർന്ന് നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഒരു വമ്പൻ മാറ്റം കൊണ്ടുവരികയാണ്. CKYC 2.0. ഇന്ത്യയിലെ ഓരോ പൗരനും ഇനി 14 ഡിജിറ്റിലുള്ള ഒരു പുതിയ ഫിനാൻഷ്യൽ ID നിർബന്ധമാണ്. പക്ഷേ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. പഴയ സിസ്റ്റത്തിൽ നിങ്ങളുടെ ബാങ്ക് ഡാറ്റ ജങ്കായി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇനി അതുമല്ലെങ്കിൽ ഒരു 14 ഡിജിറ്റ് CKYC സ്റ്റാറ്റസ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ അടുത്ത തവണ പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് എടുക്കുമ്പോഴോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇതിനൊരു നല്ല വാർത്തയുണ്ട്. നമ്മളിങ്ങനെ സെറോക്സ് കോപ്പി എടുത്ത് മടുത്ത് ആ ഒരു പഴയ യുഗം എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണ്. ഇനി മുതൽ ഓരോ പുതിയ അക്കൗണ്ട് എടുക്കുമ്പോഴും ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ ഇതൊക്കെ വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊരു അടിപൊളി ഫെസിലിറ്റിയുമായിട്ടാണ് ഗവൺമെന്റ് വന്നിരിക്കുന്നത്. വെറും ഒരു മിസ് കോളിലൂടെ എങ്ങനെ നിങ്ങളുടെ 14 ഡിജിറ്റ് CKYC നമ്പർ 10 സെക്കൻഡിനുള്ളിൽ സ്വന്തമാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. കാരണം ഒരു പക്ഷേ നാളെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്ബല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പോൾ ഞാൻ സ്ഥിരം എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്താണ് നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈമില്ല, പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. മുൻപ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. എത്ര തവണ നിങ്ങൾ ബാങ്കുകളിൽ ആധാർ കാർഡിൻ്റെ അതുപോലെ പാൻ കാർഡിൻ്റെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതെല്ലാം നിങ്ങൾ എത്ര തവണ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ പുതിയ കോപ്പീസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്? ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണോ? സെറോക്സ് കോപ്പികൾ എന്തായാലും കൊടുക്കണം. ഇനി ഒരു SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് തുടങ്ങണോ? വീണ്ടും നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് ബാങ്കിലോ അല്ലെങ്കിൽ എവിടെയാണോ അതവിടെ കൊടുക്കണം. ആൻഡ് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണോ? അവിടെയും വേണം കടലാസുകളുടെ ഒരു കൂമ്പാരം തന്നെ അല്ലേ. ഈ പറയുന്ന കടലാസൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഫോണിലുള്ളത് വേഗം എടുത്തിട്ട് കോപ്പി സെറോക്സ് ഷോപ്പിലുള്ളവർക്ക് അയക്കും, അത് കോപ്പി എടുത്തിട്ട് കൊടുക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ 260 കോടിയിലധികം ബാങ്ക് അക്കൗണ്ടുകളും 20 കോടിയിലധികം ഡിമാറ്റ് അക്കൗണ്ടുകളുമുണ്ട്. എങ്കിലും ഓരോ പുതിയ സ്ഥാപനത്തെ സമീപിക്കുമ്പോഴും നമ്മൾക്ക് അവർ തികച്ചും അപരിചിതരായിരിക്കും. സോ ഇതിനെ നോ യുവർ കസ്റ്റമർ എന്നല്ല ശരിക്കും പറയുന്നത്. സത്യം പറഞ്ഞാൽ കിൽ യുവർ കസ്റ്റമർ ആണ്. കാരണം നമ്മളിങ്ങനെ ഓരോ തവണ ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇതെല്ലാം അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. സോ നമ്മുടെ വിലപ്പെട്ട സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. മാത്രമല്ല ബാങ്കുകൾക്ക് ഈ പേപ്പറുകൾ സൂക്ഷിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ ചെലവും വരുന്നുണ്ട്. എന്നാൽ 2026 ഓഗസ്റ്റോടെ ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം വിരാമമാവുകയാണ്. ഇവിടെയാണ് CKYC 2.0 കടന്നു വരുന്നത്. ഇന്ത്യൻ സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഹൈടെക് സെൻട്രൽ വോൾ. ഇനി ഓരോ ബാങ്കിലും ഫിസിക്കൽ ഡോക്യുമെന്റ്സ് നൽകുന്നതിന് പകരം നിങ്ങളുടെ എല്ലാ വെരിഫൈ ചെയ്ത രേഖകളും 14 ഡിജിറ്റുള്ള ഒറ്റ IDയിൽ സുരക്ഷിതമായിരിക്കും. സോ ഏതെങ്കിലും ബാങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സർവീസിന് പോയി കഴിഞ്ഞാൽ നിങ്ങളോട് KYC ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നോ യുവർ കസ്റ്റമർ ആ സാധനം ചോദിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ആധാറും പാനും തിരഞ്ഞ് നടക്കണ്ട. നിങ്ങൾക്ക് ബാങ്ക് ഒരൊറ്റ റിക്വസ്റ്റ് അയക്കും. അത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP അപ്പം തന്നെ വരും. അത് അപ്രൂവ് ചെയ്ത നിമിഷം തന്നെ നിങ്ങളുടെ ഡാറ്റ മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ ബാങ്കിന് ഡയറക്ട്ലി കൈമാറ്റം ചെയ്യപ്പെടും. ഓക്കെ, ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ 2016 CKYC 1.0 വന്നിരുന്നല്ലോ, എന്നിട്ട് എന്തായി എന്നുള്ളത്. പക്ഷെ അത് ഒരു വലിയ പരാജയമായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് പേരുകളും അതുപോലെ കുറെ തെറ്റായ അഡ്രസ്സുകളും വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ ബ്ലറായിട്ടുള്ള PDFകളൊക്കെ കൊണ്ട് സിസ്റ്റം നിറഞ്ഞു. സോ RBIക്ക് പോലും അതിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സക്സസ് ആവാത്തത് കൊണ്ട് തന്നെ ബാങ്കുകൾ പഴയപടി വീണ്ടും പേപ്പറുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഡോക്യുമെന്റ്സ് ഫിസിക്കലി അവർക്ക് കൊടുക്കേണ്ടി വന്നു. എന്നാൽ CKYC 2.0 ഇത് എങ്ങനെ പരിഹരിക്കുന്നു? അത് പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാളെ സംഭവിക്കുക, അല്ലെങ്കിൽ ഈ അടുത്ത മൊമെന്റിൽ എന്താ നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസ് വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ. മാസം ഏകദേശം 400 രൂപ മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ തന്നെ നിങ്ങൾക്ക് പ്ലാനുകൾ ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പോൾ പോളിസി ബസാറിൽ. സോ 51ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ തമ്മിൽ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. കൂടാതെ 15% വരെ ഇപ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിന് കോടികൾ വരെ പരിരക്ഷ ലഭിക്കുന്ന പ്ലാനുകൾ തിരഞ്ഞെടുക്കാനുമാകും. ഒപ്പം ഒരു ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഒരു ആശുപത്രി ചെലവ് തന്നെ നമ്മുടെ സാമ്പത്തിക പദ്ധതികളെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചേക്കാം. അതിനാൽ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. മാസം 400-500 രൂപ മുതൽ പ്രീമിയത്തിൽ പ്ലാൻ ലഭ്യമാണ്. കോടികൾ വരെ കവറേജും ലഭിക്കും. ഒപ്പം 25% ഡിസ്കൗണ്ടും ഇപ്പോൾ അവൈലബിൾ ആണ്. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് പ്ലസ് 51ലധികം ഇൻഷുറൻസ് പങ്കാളികൾ, കൂടാതെ സഹായത്തിനായി ഒരു ഡെഡിക്കേറ്റഡ് ഹെൽത്ത് മാനേജറും ലഭ്യമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. CKYC 2.0 ഇത് എങ്ങനെ പരിഹരിക്കും?
ഇരിക്കുന്നു. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ ബുദ്ധിമുട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഫെസിലിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? CKYC 2.0 ഒരു AI ഡ്രിവൻ കോൺഫിഡൻസ് സ്കോർ ആണ് അവതരിപ്പിക്കുന്നത്. സോ ഹൈ ട്രസ്റ്റ് സ്കോർ, നിങ്ങൾ ബാങ്ക് ബ്രാഞ്ചിൽ നേരിട്ടെത്തി ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ സ്കോർ 100% ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് മീഡിയം ആൻഡ് ലോ സ്കോർ. അതായത് ഓൺലൈൻ വഴി വേഗത്തിൽ വീഡിയോ KYC മാത്രം ചെയ്തതാണെങ്കിൽ സ്കോർ അതനുസരിച്ചിട്ടായിരിക്കും. കൂടാതെ അഡ്വാൻസ് AI ഫേഷ്യൽ റെക്കഗ്നിഷനും മിലിറ്ററി ഗ്രേഡ് XML JSON എൻക്രിപ്ഷനും ഇതിലുണ്ട്. സിംഗപ്പൂരിലെ സിംഗ്പാസിലും യൂറോപ്യൻ ബാങ്കുകളിലും ഉപയോഗിക്കുന്ന അതേ ഡിജിറ്റൽ സെക്യൂരിറ്റി ആണിത്. അതിനാൽ ഹാക്കർമാർക്കും വ്യാജന്മാർക്കും നിങ്ങളുടെ ഡാറ്റ തൊടാൻ പൊഴിങ്ക്. സോ ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. പുതിയ മാറ്റങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ 14 ഡിജിറ്റ് CKYC നമ്പർ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ഇതിന് സിമ്പിൾ ആയിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. അതിൽ ഓപ്ഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ദ മിസ് കോൾ ഹാക്ക്. നിങ്ങളുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്ന് 7799022129 എന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. സോ വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾക്ക് CKYC നമ്പർ SMS ആയി ഫോണിൽ ലഭിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ, ഒരു മിസ്ഡ് കോൾ ഓപ്ഷൻ. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ചെറിയൊരു എക്സാമ്പിളിൽ നിങ്ങൾക്കൊരു ലൈവ് ഡെമോ കാണിച്ചിട്ട് പറഞ്ഞുതരാം. സോ ഇത് എൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടെ. സോ അതിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ നമ്പർ ഞാൻ ജസ്റ്റ് ഒരു മിസ് കോൾ കൊടുക്കുകയാണ് അതിലേക്ക്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി കോൾ എൻഡ് ആയി. ആൻഡ് നമുക്ക് നോക്കി നോക്കാം CKYC നമ്പർ തിരിച്ചു വരുമോ എന്നുള്ളത്. യെസ്, എനിക്കിതാ മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ CKYC നമ്പർ എനിക്കിവിടെ വന്നു. ഞാൻ ഇപ്പം മിസ് കോൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. സോ വിത്തിൻ മിനിറ്റ്സ് എനിക്ക് എൻ്റെ CKYC നമ്പർ തിരിച്ച് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷനിലൂടെ ചെയ്യാൻ സാധിക്കും. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓൺലൈൻ പോർട്ടൽ. ഇപ്പൊ സ്ക്രീനിൽ ഒരു വെബ്സൈറ്റ് കാണിക്കുന്നുണ്ട്, ദാറ്റ് ഇസ് CKYCindia.in എന്ന വെബ്സൈറ്റിൽ പോയിട്ട് വ്യൂ യുവർ CKYC കാർഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറും OTP നൽകി ഡിജിറ്റൽ ID ഉടൻ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ നമ്മുടെ പോർട്ടലിൽ പോയിട്ട് ചെയ്യുന്നത്. ആൻഡ് മൂന്നാമത്തെ കാര്യം യുവർ ബാങ്ക്. നിങ്ങളുടെ ബാങ്ക് ബ്രാഞ്ചുമായോ അല്ലെങ്കിൽ കസ്റ്റമർ കെയറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കും. ആൻഡ് അക്കൗണ്ട് ആക്റ്റീവ് ആണെങ്കിൽ ഇവരുടെ പക്കൽ ഈ നമ്പർ ഉണ്ടാകും. സോ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ CKYC സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട RBIയിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ SMS വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അവഗണിക്കരുത്. എനിക്കറിയാം കുറേ ഫ്രോഡായിട്ടുള്ള കോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. സോ അത് ശ്രദ്ധിക്കുക, കറക്റ്റ് നിങ്ങൾ കൺഫേം ചെയ്യുക എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ആൻഡ് ഈ ഒരു വലിയൊരു സംഭവം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞത് വലിയൊരു ചരിത്രം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമ്മുടെ ബാങ്കിങ് പരിപാടികളൊക്കെ തുടങ്ങി അന്ന് തൊട്ടേ എന്തൊക്കെ ഓൺലൈനായി എന്ന് പറയുകയാണെങ്കിലും ചില കാര്യങ്ങൾക്ക് നമ്മൾ ഫിസിക്കലായിട്ടുള്ള സാധനം കൊണ്ടുപോകുക തന്നെ വേണം. സോ അതിൽ നിന്നൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. വേൾഡ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ 90% മുതിർന്ന ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. എന്നാൽ 10% താഴെ ആളുകൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇതിലൊക്കെ നിക്ഷേപിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ടയർ 2 ആൻഡ് ടയർ 3 നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ഒരുപാട്, അതായത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പേപ്പർ വർക്ക് എന്ന് പറയുന്ന സംഭവം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അവരതിന് മെനക്കെടില്ല. എന്നാൽ CKYC 2.0 ആ തടസ്സം പൂർണ്ണമായി നീക്കുന്നു. ഒറ്റ ക്ലിക്കിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് ഇനി യാതൊരു പേപ്പർ വർക്കും ഇല്ലാതെ നിങ്ങളുടെ സാമ്പത്തിക നിക്ഷേപങ്ങൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ അത് തുടങ്ങാനും അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൗകര്യം മാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരാൻ പോകുന്നതിൻ്റെ വലിയൊരു സൂചനയാണ്. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് RBIയും നമ്മുടെ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും ഒക്കെ കൊണ്ടുവരുന്നത്. സോ നമ്മൾ നല്ല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് മുന്നോട്ടേക്ക് പോകും, അതല്ലാന്നുണ്ടെങ്കിൽ അത് ഫെയിലിയർ ആവും. സോ നിങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ തടസ്സപ്പെടുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കരുത്. ഞാൻ ഇപ്പോൾ മുകളിൽ പറഞ്ഞ മിസ്ഡ് കോൾ വഴി നിങ്ങളുടെ 14 ഡിജിറ്റ് CKYC നമ്പർ ഇന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കുക. ഓക്കെ, ഈ വീഡിയോ അപ്പം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ആവും. കാരണം കൃത്യമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് CKYC നമ്പർ എടുക്കേണ്ടതെന്നുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇപ്പം തന്നെ അയച്ചു കൊടുക്കുക. കാരണം ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. സോ ഓഗസ്റ്റിന് മുൻപ് തന്നെ എല്ലാവരും ഇത് അറിയുക, എല്ലാവരും പോയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ സാമ്പത്തിക വിവരങ്ങൾക്കും ഇതുപോലെയുള്ള ഒരുപാട് ഫിനാൻഷ്യൽ ടിപ്സ്, ന്യൂ കേരള ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് സ്കീംസ് ഇതെല്ലാം അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. It's me, Ajna, signing off. Thanks for watching. Brand partnerships and advertising enquiries നായി email ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, be the boss.